അമൃതം കമേയ എന്ന ചിത്രവും അതിലെ ലാലേട്ടനുമാണല്ലോ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ. കേരള ശബ്ദം വാരികയിൽ വായിച്ച ഒരു റിപ്പോർട്ടിൽ നിന്നാണ് അമൃതം കമേയുടെ കഥാതന്തു തനിക്ക് വീണുകിട്ടിയതെന്ന് ഹരിഹരൻ. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയായ ഒരു നമ്പൂതിരി യുവാവ് ഹോസ്റ്റലിലെ ക്രൂരമായ റാഗിങ്ങിനെ തുടർന്ന് ഹൃദയസ്തംഭനം മൂലം മരണത്തിന് കീഴടങ്ങുന്നു. മനസ്സിനെ തൊട്ട അനുഭവമായിരുന്നു. ദരിദ്രകുടുംബത്തിൽപ്പെട്ട കുട്ടിയായതുകൊണ്ട് പ്രത്യേകിച്ചും. അതിൽ നിന്നൊരു ആശയം മനസ്സിൽ ഉരുത്തിരിഞ്ഞുവന്നു. മരണത്തിന് ഉത്തരവാദിയായ ആൾക്ക് പിന്നീട് കുറ്റബോധം തോന്നുകയാണ്. പശ്ചാത്താപവിവശനായ അയാൾക്ക് മരിച്ചുപോയ കുട്ടിയുടെ കുടുംബവുമായി യാദൃച്ഛികമായി ബന്ധപ്പെടേണ്ട ഒരു പിൽക്കാല സന്ദർഭം ഉണ്ടായാലോ? എന്തായിരിക്കും സംഭവിക്കുക? മനസ്സിൽ തോന്നിയ ആശയം യുമായി പങ്കുവച്ചു ഹരിഹരൻ. ഡിക്കും ഇഷ്ടമായി ആ കഥാതന്തു. അധികം വൈകാതെ അദ്ദേഹം തിരക്കഥ തയ്യാറാക്കുകയും ചെയ്തു. മമ്മൂട്ടിയെയാണ് നായകനായി ടി ആദ്യം മനസ്സിൽ കണ്ടിരുന്നതെന്ന് ഹരിഹരൻ. മോഹൻലാലിന്റെ പേർ നിർദ്ദേശിച്ചത് ഞാനാണ്. അല്പം വികൃതിയും കുസൃതിയുമൊക്കെയുള്ള ഒരു റാഗിംഗ് വീരനായി മമ്മൂട്ടിയെ അദ്ദേഹത്തിന്റെ ആരാധകർ സ്വീകരിക്കണമെന്നില്ല. അത്തരമൊരു പോക്കിരിയുടെ റോൾ കൂടുതൽ ഇണങ്ങുക ലാലിനാണ് എന്ന് തോന്നി. നമ്മുടെയൊക്കെ സ്വന്തക്കാരനായ ഒരു വികൃതിപ്പയ്യന്റെ ലുക്ക് ഉണ്ടല്ലോ അക്കാലത്തെ ലാലിന്. ഇന്ന് കാണുമ്പോഴും ആ വേഷത്തിൽ ലാലിനെയല്ലാതെ മറ്റൊരാളെ സങ്കൽപ്പിക്കാനാവില്ല. ചെന്നൈയിലെ പാങ്ക്രൂവ് ഹോട്ടലിലെ മുറിയിലിരുന്ന് വെറും 10 ദിവസം കൊണ്ട് പുതിയൊരു സ്ക്രിപ്റ്റ് എഴുതിത്തീർക്കുന്നു ടി. ഇന്ന് നിങ്ങൾ കാണുന്ന അമൃതം കമേയ എന്ന സിനിമ ഉണ്ടായത് ആ സ്ക്രിപ്റ്റിൽ നിന്നാണ്. ഹരിഹരന്റെ വാക്കുകൾ. അമൃതം കമേയ എന്ന ചിത്രവും അതിലെ ലാലേട്ടനുമാണല്ലോ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ. കേരള ശബ്ദം വാരികയിൽ വായിച്ച ഒരു റിപ്പോർട്ടിൽ നിന്നാണ് അമൃതം കമേയുടെ കഥാതന്തു തനിക്ക് വീണുകിട്ടിയതെന്ന് ഹരിഹരൻ. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയായ ഒരു നമ്പൂതിരി യുവാവ് ഹോസ്റ്റലിലെ ക്രൂരമായ റാഗിങ്ങിനെ തുടർന്ന് ഹൃദയസ്തംഭനം മൂലം മരണത്തിന് കീഴടങ്ങുന്നു. മനസ്സിനെ തൊട്ട അനുഭവമായിരുന്നു. ദരിദ്രകുടുംബത്തിൽപ്പെട്ട കുട്ടിയായതുകൊണ്ട് പ്രത്യേകിച്ചും. അതിൽ നിന്നൊരു ആശയം മനസ്സിൽ ഉരുത്തിരിഞ്ഞുവന്നു. മരണത്തിന് ഉത്തരവാദിയായ ആൾക്ക് പിന്നീട് കുറ്റബോധം തോന്നുകയാണ്. പശ്ചാത്താപവിവശനായ അയാൾക്ക് മരിച്ചുപോയ കുട്ടിയുടെ കുടുംബവുമായി യാദൃച്ഛികമായി ബന്ധപ്പെടേണ്ട ഒരു പിൽക്കാല സന്ദർഭം ഉണ്ടായാലോ? എന്തായിരിക്കും സംഭവിക്കുക? മനസ്സിൽ തോന്നിയ ആശയം യുമായി പങ്കുവച്ചു ഹരിഹരൻ. ഡിക്കും ഇഷ്ടമായി ആ കഥാതന്തു. അധികം വൈകാതെ അദ്ദേഹം തിരക്കഥ തയ്യാറാക്കുകയും ചെയ്തു. മമ്മൂട്ടിയെയാണ് നായകനായി ടി ആദ്യം മനസ്സിൽ കണ്ടിരുന്നതെന്ന് ഹരിഹരൻ. മോഹൻലാലിന്റെ പേർ നിർദ്ദേശിച്ചത് ഞാനാണ്. അല്പം വികൃതിയും കുസൃതിയുമൊക്കെയുള്ള ഒരു റാഗിംഗ് വീരനായി മമ്മൂട്ടിയെ അദ്ദേഹത്തിന്റെ ആരാധകർ സ്വീകരിക്കണമെന്നില്ല. അത്തരമൊരു പോക്കിരിയുടെ റോൾ കൂടുതൽ ഇണങ്ങുക ലാലിനാണ് എന്ന് തോന്നി.